പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ടതായുള്ള ഈ നല്ല സമയത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ശബ്ദപരിധിയിൽ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹ വന്ദനം. ഇന്ന് അനുദിന വേദചിന്ത എപ്പിസോഡ് 73. ഇന്ന് നാം ചിന്തിക്കുന്ന വേദഭാഗം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തോടനുബന്ധിച്ച് അവിടെ ഭാഗവാക്കായ ചില ആൾക്കാർ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചവരും യേശുക്രിസ്തുവിനെ നിരസിച്ചവരുമായ ചിലരുടെ ആറ്റിറ്റ്യൂഡാണ് ഇന്ന് ഒരുമിച്ച് ചിന്തിക്കുന്നത്. ഒന്നാമതായിട്ട് സത്രക്കാരെ ഞാൻ നിങ്ങളുടെ മുന്നിൽ വരച്ച് കാണിക്കുന്നു. പൂർണ്ണ ഗർഭിണിയായ കന്യക മറിയവും ജോസഫും കൂടെ സത്രക്കാരുടെ അടുക്കൽ ചെന്നു. ഒരിടം തരണമേ എന്ന് പറഞ്ഞപ്പോൾ ഇടം കൊടുക്കാതെ അവരെ ആട്ടി ഓടിക്കുന്നു. ഈ ക്രിസ്മസ് കാലയളവിൽ നാം ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ യേശുവിന് നമ്മൾ ഒരിടം കൊടുക്കുന്ന ഒരിടമാണ്. ഈ ക്രിസ്മസ് ഇടമില്ലാത്തവർക്ക് ഇടം കൊടുക്കുന്ന ഒരിടമായി തീരുവാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ ജീവിതങ്ങൾ കൊണ്ട് യാതൊരു പ്രയോജനമില്ല. രക്ഷകന്റെ സാന്നിധ്യം നഷ്ടപ്പെടുത്തിയ സത്രക്കാർ, രക്ഷ നഷ്ടപ്പെടുത്തിയ സത്രക്കാർ, ഹല്ലേലൂയ, വാതിൽ കെട്ടിയടച്ചപ്പെട്ടതായ സത്രക്കാർ, നമ്മുടെ ജീവിതം ഒരിക്കലും അങ്ങനെയാകരുത്. യേശുക്രിസ്തുവിന് നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം കൊടുത്തുകൊണ്ട് ജീവിതയാത്ര മുന്നോട്ട് പോകുവാൻ ഈ ശബ്ദപരിധിയിലുള്ളവർക്ക് സഹായിക്കട്ടെ. രണ്ടാമത് ഒരു കൂട്ടരാണ് രാജാക്കന്മാർ, വിദ്വാൻമാർ. ഈ വിവരം അറിഞ്ഞിട്ട് രാജാവ് പിറന്നത് രാജകൊട്ടാരത്തിലാണ് എന്നും പറഞ്ഞ് ഹെരോദ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ സംഭവം രാജകൊട്ടാരത്തിലല്ല എന്നറിഞ്ഞപ്പോൾ അവർ ആ പ്രദേശത്തുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും ആൺകുഞ്ഞുങ്ങളെയും കൊല്ലുകയാണ്. ഈ ക്രിസ്മസ് കാലയളവിൽ നമ്മൾ ഹല്ലേലൂയ മറ്റുള്ളവരുടെ നശീകരണ പ്രക്രിയകളായി തീരുകയാണ്. നമ്മുടെ വാക്കുകൾ കൊണ്ട്, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് മറ്റുള്ളവരെ മരിപ്പിക്കുന്നതായുള്ള കൊല്ലുന്ന മനോഭാവമാണെങ്കിൽ ഈ ക്രിസ്മസ് കൊണ്ട് യാതൊരു പ്രയോജനമില്ല. നമ്മുടെ വാക്ക്, നമ്മുടെ പ്രവർത്തനം ഉപ്പിനാൽ രുചിയുള്ളതും മറ്റുള്ളവർക്ക് ഫലപ്രദമായ ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് തന്നെയുമല്ല, മൂന്നാമതൊരു കൂട്ടരാണ് കാലിത്തൊഴുത്തിലുള്ള കാലികൾ. ഇടമില്ലാഞ്ഞിട്ട്, കുഞ്ഞിനെ പ്രസവിച്ചിട്ട് ഇടമില്ലാഞ്ഞിട്ട്, വഴിയമ്പലത്തിൽ സ്ഥലമില്ലാഞ്ഞിട്ട് അവൾ ഹല്ലേലൂയ പുൽക്കുടിയിൽ കാലിക്കൂട്ടിൽ കിടത്തുകയാണ്. കാലികളുടെ പ്രത്യേകത, എത്ര ഇടുക്കമുണ്ടെങ്കിലും ഒരു കാലിയുടെ വന്നാൽ അതിന് സ്ഥലം മാറിക്കൊടുക്കുന്ന മനോഭാവം. സ്ഥലമില്ലാത്തയിടത്ത്, ഇടമില്ലാത്തയിടത്ത് ഇടം കൊടുക്കുന്ന ഒരു ഹല്ലേലൂയ ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നു. ലോകരക്ഷിതാവിന് തൻ്റെ ജീവിതത്തിൽ ഇടം കൊടുത്തുകൊണ്ട്, കാലികൾ തങ്ങളുടെ ചൂട് കൊടുത്തുകൊണ്ട്, ആ മഞ്ഞ് പെയ്യുന്ന രാത്രി രക്ഷകന് സംരക്ഷണം കൊടുക്കുന്ന മനോഭാവം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സുവിശേഷത്തിൻ്റെ ഒരു സംരക്ഷകരായി തീരുവാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ ഈ ക്രിസ്മസ് കൊണ്ട്, നമ്മുടെ ജീവിതങ്ങൾ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് പറയുന്നു. യേശുക്രിസ്തുവിൻ്റെ അമ്മ മറിയ യേശുക്രിസ്തുവിന് തൻ്റെ ഹൃദയത്തിൽ ഇടം കൊടുത്തുകൊണ്ട് കർത്താവിനെ വാഴ്ത്തി ഹല്ലേലൂയ വണങ്ങി നമസ്കരിച്ച മനോഭാവം നാം കണ്ടു. ജോസഫ് ഹല്ലേലൂയ ഗൂഢമായി അവളെ നിരസിക്കുവാനായിട്ട് ഭാവിച്ചപ്പോൾ ആ ദൈവത്തിൻ്റെ ദൂതിൻ്റെ മുന്നിൽ തന്നെ സമ്പൂർണമായി സമർപ്പിച്ചു. ആട്ടിടയന്മാർ ഹല്ലേലൂയ തങ്ങളുടെ ആടുകളെ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ബേത്ലഹേമിൽ ചെന്ന് ഈ ശിശുവിനെ കണ്ട് നമസ്കരിച്ച് ആരാധിച്ച മനോഭാവം കഴിഞ്ഞ എപ്പിസോഡിൽ നാം കേട്ടു. വിദ്വാൻമാർ അവർക്കുള്ളത് ഹല്ലേലൂയ പൊന്ന്, മോരെ, കുന്തിരിക്കം ഇത് കൊടുത്ത് അവരെ ഹല്ലേലൂയ ഈ സ്വതവർത്തമാനം അവരെ അറിയിച്ചു. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ ശബ്ദവരിൽ ശ്രവിക്കുന്ന നമ്മുടെ ജീവിതം ഹല്ലേലൂയ എപ്രകാരമാണ്? ഇതാ, ഞാൻ കണ്ടാലും വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടുകൂടെ അത്താഴം കഴിക്കുമെന്ന് അരുളി ചെയ്ത വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്ത സ്വർഗീയ പിതാവിന് ഈ ക്രിസ്മസ് കാലയളവിൽ നമ്മുടെ ജീവിതത്തിന് ഇടം കൊടുക്കുന്നുണ്ടോ? ആഘോഷങ്ങളുടെയും
ആരവങ്ങളുടെയും അനാചാരങ്ങളുടെയും നടുവിൽ യേശുക്രിസ്തുവിന് സ്ഥാനം കൊടുക്കാതെ മറ്റുള്ളതിന് മുഖ്യ സ്ഥാനം കൊടുത്തുകൊണ്ട് നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതം ഹല്ലേലൂയ വെള്ളത്തിൻ കുമിള പോലെ മിന്നിത്തിളങ്ങുന്ന ജഡീക സുഖങ്ങൾക്ക് അടിമയായി ഈ മണ്ണിന് ഭാരമായി ഈ വിണ്ണിന് അവകാശികളാക്കാതെ മുന്നോട്ട് പോകുന്ന അവസ്ഥ ഉണ്ടാകും എന്ന് ദൈവവചനം വിളിച്ചു പറയുന്നു. അങ്ങനെയെങ്കിൽ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കാം. ഈ സദവർത്തമാനം ഹല്ലേലൂയ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് നമുക്ക് ചെയ്യാം. സന്തോഷം നമുക്ക് പ്രാർത്ഥിക്കാൻ കേൾപ്പിച്ച ദൈവത്തിനുണ്ട്. ഈ സുതവർത്തമാനം കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് എപ്രകാരം ഇരിക്കുന്നു? സത്രക്കാരെ പോലെയാണോ? രക്ഷകൻ ഇടം കൊടുക്കാതെ വാതിൽ കെട്ടിയടയ്ക്കുന്ന മനോഭാവമാണ്. കാലികളെ പോലെ തങ്ങൾക്ക് സ്ഥലമില്ല എങ്കിലും തൻ്റെ രക്ഷകനാണെന്ന് മനസ്സിലാക്കി കാലികൾ ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങൾ മുൻകൂട്ടി അറിയാം. തൻ്റെ മുന്നിൽ വന്നിരിക്കുന്നത് രക്ഷകനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് രക്ഷകൻ ഇടം കൊടുക്കുന്ന കാലികളെ പോലെ ആയിത്തീരുവാൻ ഹല്ലേലൂയ. രോതാവ് ഈ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളെ നിഗ്രഹിക്കുന്ന മനോഭാവം, അതുപോലെയുള്ള മനോഭാവമാണോ നമ്മുടെ ജീവിതത്തിൽ? ആട്ടിടയന്മാർ കേട്ടപ്പോൾ അവർ ആടുകളെ ഉപേക്ഷിച്ചിട്ട് രക്ഷകനെ തേടി ബേഥലേഹേമിൽ കാലിത്തൊഴുത്തിൽ ചെന്ന് നമസ്കരിച്ചതുപോലെ വിദ്വാൻമാർ അവർക്കുള്ള പൊന്നും മോരും കുന്തിരിക്കും കൊണ്ട് നമസ്കരിച്ചു പോലും ജോസഫ് ഹല്ലേലൂയ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് യേശുക്രിസ്തുവിന് സംരക്ഷകനായി തീർന്നതുപോലെ സുവിശേഷൻ സംരക്ഷകനായി തീരുവാൻ എന്നെ സഹായിക്കണം. മറിയ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് താഴ്ത്തി കൊടുക്കുന്ന മനോഭാവം ഞങ്ങളുടെ ജീവിതത്തിലായിത്തീരുവാൻ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൃപയോടെ കേൾക്കുമാറാകണമേ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ.